24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലെത്തിയിരിക്കുകയാണ്. സാധാരണ നിലയിൽ ദിലീപ്, നമ്മൾ രാവിലെ മുതൽ തന്നെ എല്ലാവരോടും പോളിംഗ് ബൂത്തിലേക്ക് എത്തണം, ജനാധിപത്യത്തിന്റെ അവകാശം വിനിയോഗിക്കണം എന്നുള്ളതൊക്കെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ അത് ആഹ്വാനം മാത്രമല്ല, അതിന്റെ ഒരു മാതൃക കൂടി നമ്മൾ കാട്ടുകയാണല്ലേ? തീർച്ചയായും. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വോട്ട് ചെയ്യുന്നതിനായി തൃപ്പൂണിത്തുറയിലെ ബൂത്തിലാണ് എത്തിയിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് 24 ചീഫ് എഡിറ്റർ വോട്ട് ചെയ്യാൻ എത്തിയ തൃപ്പൂണിത്തുറയിലാണല്ലേ? തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ രാവിലെ മുതൽ തന്നെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് പോലെ തന്നെ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ ഭാഗമാകുകയാണ് നമ്മളും. അപ്പോൾ ആ നിലയിൽ തന്നെ എല്ലാവരും തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ വരുന്ന പോളിംഗ് ശതമാനം അടക്കം, അല്ലെങ്കിൽ ഈ ഉച്ച സമയത്തും ബൂത്തുകളിലേക്ക് നീണ്ട നിരയടക്കം, അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് എന്നതിന്റെ വലിയ ഉദാഹരണമായി സൂചനയെ മാറുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇടയിലാണ് 24 ചീഫ് എഡിറ്റർ കൂടിയായ ആർ ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം അവിടെ ക്യൂവിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. തൃപ്പൂണിത്തറയിലാണ് ആർ ശ്രീകണ്ഠൻ നായർ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം ക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ക്യൂവിലല്ലേ? നമുക്ക് ഇപ്പോൾ വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. അവിടെ നിന്ന് വിപിൻ സി വിജയൻ, എറണാകുളം ജില്ലയിൽ പോളിംഗ് പൊതുവെ മെച്ചപ്പെട്ടതാണ്. പോളിംഗ് ശരാശരി നോക്കിയാൽ ഏതാണ്ട് 70% കടക്കും എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന എറണാകുളം ജില്ലയിലെ വിവരങ്ങൾ? ദിലീപ് കുമാർ, കഴിഞ്ഞ 2021 74% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം കൂടി എന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അതും കവച്ചു വെക്കും എന്നുള്ളതാണ് നിലവിലെ ഒരു സ്ഥിതി ഉള്ളത്. കാരണം ഇപ്പോൾ 2.25 ആകുമ്പോഴേക്കും തന്നെ ഒരു 60% എത്തുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു ചിത്രമുള്ളത്. അതിലേറ്റവും കൂടുതൽ തന്നെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. ഞാൻ നിൽക്കുന്നതും തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ അത് 65% എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഏകദേശം 1,84,000 വോട്ടുകളാണുള്ളത്. അതിൽ 1 ലക്ഷത്തോളം വോട്ടുകൾ ഇതിനോടകം തന്നെ പോൾ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വളരെ മികച്ച ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എറണാകുളം ജില്ല മാറുന്നു എന്നുള്ളത് ആണ്. അത് എന്ത് ട്രെൻഡ് എന്നുള്ളത് കൂടിയാണ് ഇനി ഒരു രാഷ്ട്രീയ ചോദ്യമായി തന്നെ ഉയരുന്നത്. 14 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 9 ഇപ്പോൾ UDFന്റെ കയ്യിലാണുള്ളത്. 2021 വലിയൊരു LDF തരംഗം ഉണ്ടായപ്പോൾ പോലും എറണാകുളം UDFനൊപ്പം നിന്നതാണ്. 9 മണ്ഡലങ്ങൾ ലഭിച്ചതാണ്. അപ്പോൾ ഇപ്രാവശ്യം അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ ചിത്രം എന്നുള്ളതാണ് ഇപ്പോഴിതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 24ന്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ബൂത്ത് നമ്പർ 81 അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. തൃപ്പൂണിത്തുറ മണ്ഡലമാണ്. ഇവിടെയുള്ള സെന്റ് ജോസഫ് LP സ്കൂളിലാണ് അദ്ദേഹം ഇപ്പോൾ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത്. നമ്മൾ പറയുന്നത് പോലെ തന്നെ ആ ഒരു കടമ നിർവഹിക്കുക കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പരമാവധി വോട്ടർമാരെ എത്തിക്കുന്നതിന് വേണ്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും വളരെ സജീവമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് വിജയം കണ്ടു എന്നുള്ളത് കൂടിയാണ് ദിലീപ് കുമാർ ഈ മണ്ഡലത്തിലെ ഒരു ഇതുവരെയുള്ള ഒരു പൊതുചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജെൻസി പാർട്ടികൾ ഇറക്കുന്നു, അവർക്ക് മധുരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു. ഇവയൊക്കെ തന്നെ ഒരു വിജയം കണ്ടു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഒപ്പം തന്നെ ഈ വിവിധ മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഏകദേശം 50% മുകളിലേക്ക് മധ്യ കേരളത്തിൽ പൊതുവെ പോയിരിക്കുന്നു. അതിൽ എറണാകുളം വളരെ മികച്ച ഒരു പോളിംഗ് ശതമാനം കാണിക്കുന്നു. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ഇത്രയേറെ വെയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കുറച്ചൊരു അലസത അല്ലെങ്കിൽ ഒരു മന്ദഗതിയിലേക്കൊക്കെ പോവാറുണ്ട്. പക്ഷേ ഒരു സ്റ്റഡി ഫ്ലോ രാവിലെ മുതൽ തന്നെ കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മണ്ഡലത്തിൻ്റെ ഒരു പൊതുചിത്രമായിട്ടുള്ളത്. കാരണം രാവിലെ 7 മണിക്കുള്ളതിൽ നിന്ന് പടിപടിയായിട്ടുള്ള ഒരു ഉയർച്ച അതിപ്പോൾ ഈ സമയം വരെയുമുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൂടി വോട്ടിംഗ് ശതമാനം ഉയരാനുള്ള ഒരു പ്രധാന കാരണമായി പറയാം. കാരണം സാധാരണഗതിയിൽ നമുക്ക് അറിയാം, ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തുടരെ അത് പണിമുടക്കുന്നു, വലിയ നീണ്ട ക്യൂ ഉണ്ടാകുന്നു. പക്ഷേ ഇപ്രാവശ്യം അത്തരം കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി ഈ 2:45 3 മണിക്ക് നോക്കുമ്പോഴും നടക്കുന്നു എന്നുള്ളത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിജയം, അവരുടെ ഒരു പരിശ്രമം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ളൊരു ദൃഷ്ടാന്തം കൂടിയാണ്. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ കൂടി ഇതുപോലെ ഒരു വോട്ടിംഗ് ശതമാനം ഉയരുകയാണെങ്കിൽ, സാധാരണ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് ഒരു 3 മണി മുതൽ 6 മണി വരെയാണ്. അപ്പോൾ ആ സമയത്തേക്ക് ഇനി സജീവമായൊരു വോട്ടിംഗ് ശതമാനം കൂടിയാൽ ഒരു പക്ഷേ അത് അടുത്ത തവണത്തതിനെ കവച്ചു വയ്ക്കുന്നതിനുള്ള സാധ്യത, അല്ലെങ്കിൽ അതിനെ മറികടക്കാവുന്ന ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് പോകും. അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ഉണ്ടായാൽ അത് ആർക്ക് അനുകൂലമാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് മുന്നണികൾക്ക് നെഞ്ചെടുപ്പേറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ജനം എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പിൽ കൂടി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ 81 ബൂത്തിലെ കാഴ്ചകൾ ആണ് കാണുന്നത്. ആ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ കണിച്ചുകുളങ്ങര
സ്കൂളിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ വോട്ട്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒപ്പം 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ 81-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർ കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.